തൂഫാൻ ദി നാർക്കോ ഹണ്ടിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം വരെ രജിസ്റ്റർ ചെയ്തത് 270 കേസുകൾ. 296 പേരാണ് അറസ്റ്റിലായത്. അജ്മൽ ദിറാർ വിവരങ്ങളുമായി. അജ്മൽ, വിവിധ ഇടങ്ങളിൽ നിന്ന് ഇത്തരത്തിൽ ലഹരി വേട്ടയുടെ വാർത്തകൾ, പലരും പിടിയിലാകുന്ന വാർത്തകളൊക്കെ നമ്മൾ നൽകുകയുണ്ടായി. ഇപ്പോൾ കൃത്യമായി തന്നെ ഔദ്യോഗിക കണക്ക് വരുന്നത് എങ്ങനെയാണ്? അനുജ, ഈ സംസ്ഥാനത്ത് മയക്കുമരുന്നിന്റെ പ്രചാരണം ശക്തമായി തുടരുന്നുണ്ട്. അത് കണ്ടെത്തി അതിന്റെ വേരറുക്കുക, ഇതിന്റെ പ്രചാരണത്തെ തടസ്സപ്പെടുത്തുക, അതിന്റെ കൂടുതൽ തലങ്ങളിലേക്ക് മയക്കുമരുന്ന് വേട്ട കടക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയായി ചുമതലയേറ്റതിനു പിന്നാലെ ഈ ഓപ്പറേഷൻ തൂഫാൻ ദ നർക്കോ ഹണ്ട് എന്ന പദ്ധതി പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നത്. സ്കൂൾ തുറക്കുന്ന പശ്ചാത്തലത്തിൽ ജൂൺ 1 മുതലാണ് ഈ പദ്ധതിയിലേക്ക് സർക്കാർ വളരെ കാര്യഗൗരവത്തോടെ കടന്നിട്ടുണ്ടായിരുന്നത്. അതിന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി ഈ ലഹരി വേട്ടയും മയക്കുമരുന്നിന്റെ പ്രചാരണവും അതിന്റെ വ്യാപനവും അതോടൊപ്പം തന്നെ അതിന്റെ വിതരണവും നടത്തുന്നവരിലേക്ക് പോലീസും അതോടൊപ്പം തന്നെ മറ്റ് സേനകളും ഒക്കെ കടന്നിട്ടുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായി ഇപ്പോൾ ഔദ്യോഗികമായി പോലീസ് ആഭ്യന്തര വകുപ്പ് അറിയിക്കുന്നത് 270 കേസുകളാണ് കഴിഞ്ഞ ദിവസം വരെ ഈ സംഭവത്തിൽ ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അതുകൂടാതെ ഇതിൽ 296 പേർ അറസ്റ്റിലായിട്ടുണ്ട്. ഇവരിൽ നിന്ന് MDMA അതോടൊപ്പം തന്നെ കഞ്ചാവ് ബീഡിയൊക്കെ പോലെയുള്ള ലഹരി വസ്തുക്കൾ വിവിധ അളവുകളിൽ പിടിച്ചെടുത്തിട്ടുണ്ട്. അടുത്ത ദിവസങ്ങളിലും ഈ ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായുള്ള ഇത്തരം പരിശോധനകളും അതോടൊപ്പം തന്നെ ഇത്തരം റെയ്ഡുകളും ഒക്കെ തുടരുമെന്ന് തന്നെയാണ് ആഭ്യന്തര വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് അറിയാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ വിദേശത്ത് നിന്ന് സംസ്ഥാനത്തേക്ക് ലഹരി എത്തിക്കുന്ന ഈ സംഘങ്ങളെയും അതോടൊപ്പം തന്നെ ഇതിന് മധ്യസ്ഥരായി നിൽക്കുന്നവരിലേക്കും ഒക്കെ അന്വേഷണങ്ങൾ കടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഈ വിഷയത്തെക്കുറിച്ച് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ആദ്യം തന്നെ പറഞ്ഞത് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിലേക്ക് കഞ്ചാവ് പോലെയുള്ള ലഹരി വസ്തുക്കൾ എത്തുന്നുണ്ട്. അത് കണ്ടെത്തുന്നതിന്റെ ഭാഗമായി സംസ്ഥാന DGP മറ്റ് സംസ്ഥാന പോലീസ് മേധാവിമാരുമായും ഇത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യുകയും കൂടുതൽ അന്വേഷണങ്ങൾ ആ വിധത്തിലേക്ക് കടക്കുകയും ചെയ്യുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അടുത്ത ഘട്ടം എന്നുള്ള നിലയിൽ അതിലേക്ക് കൂടി ഓപ്പറേഷൻ തൂഫാൻ ഉടൻ തന്നെ കടന്നേക്കുമെന്ന് പ്രതീക്ഷിക്കാം. ഏതായാലും ഇത്തരം കാര്യങ്ങൾ, ഇത്തരം ഈ സംഭവങ്ങൾ ശ്രദ്ധയിൽപ്പെടുന്നവർ പോലീസ് ഔദ്യോഗികമായി അറിയിച്ചിട്ടുള്ള വാട്സാപ്പ് നമ്പറിലൂടെയോ അല്ലെങ്കിൽ നേരിട്ടോ വിവരങ്ങൾ അറിയിക്കാം. ആ വിവരങ്ങൾ നൽകുന്നവരുടെ പേര് വിവരങ്ങൾ തീർത്തും സ്വകാര്യമായി തന്നെ സൂക്ഷിക്കുമെന്നും പോലീസിന്റെ ഉറപ്പുണ്ട്. ഏതായാലും അടുത്ത ദിവസങ്ങളിലും ഓപ്പറേഷൻ തൂഫാൻ ശക്തമായി തന്നെ തുടരും. അനുജ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.